ആളെ കുത്തിയറച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാരും കൂടെ പെട്ടെന്നെ അങ്ങോട്ട് കേറ്. കേറി ചേട്ടാ. ഇയാളെ കൂടെ എന്ത് ചെയ്യാ? വണ്ടി നീ എവിടേക്ക് നുഴഞ്ഞു കയറണേ? നീ എന്താ പാകിസ്ഥാന്റെ ആളാ? നുഴഞ്ഞു കയറാതെ കാറുകളല്ല. ഞാൻ വണ്ടി കയറാൻ വന്നതാ. ദേ വണ്ടി പോയി. ഞാൻ എന്ത് ചെയ്യും? ഓ, വണ്ടി കയറാൻ വേണ്ടിട്ടാണോ? അങ്ങനെയാണെങ്കിൽ ഇതേ റോട്ടിൽ ഇറങ്ങിക്ക്. വല്ലേ തമിഴ വണ്ടി വന്ന് കേറി പൊക്കോളും. ഒരു പാക്കറ്റ് വിൽസ് 100 രൂപ കഴിഞ്ഞുണ്ടാവല്ലോ അല്ലേ? എത്രയായി? 20. അയ്യോ, എനിക്കൊരു അബദ്ധം പറ്റി പോയി. അയ്യോ, ബസാറിന്റെ 100 രൂപ കൊണ്ടുപോയി. സിഗരറ്റിന്റെ കാശാരെ മുന്നേ നോക്കുന്നു. ചേട്ടാ, എനിക്കൊരു അബദ്ധം പറ്റി പോയി. 20 രൂപയ്ക്ക് വരും ബസാറിന് ഞാൻ 100 രൂപ കൊടുത്തുപോയി. ഇത് ഇവനെ പോലുള്ള സ്ഥിര പരിപാടിയാ. മര്യാദക്ക് കാശ് കൊടുത്തിട്ട് പോടാ. അങ്ങനെ പറയരുത് ചേട്ടാ. ഞാനൊരു ശുദ്ധ ബ്രാഹ്മണനാണ്. എന്റെ പൊന്നു ചേട്ടനല്ലേ. എനിക്ക് ശ്ലോകം അറിയാം. ഓം സവതൂർപരണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോ യോ യം. നിന്നെ കണ്ടിട്ട് കള്ള ലക്ഷണം ഉണ്ടല്ലോ. അതെന്റെ കുറ്റല്ല, എന്റെ അച്ഛന്റെ കുറ്റ. ചേട്ടൊരു പണിയെ ഈ വിളിച്ച് തിരിച്ചെടുത്തോ. അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാൽ മതി. പള്ളി എവിടെയാ? അയ്യോ, ഇതെടുക്കരുത്. ആകപ്പാട് കൂടി കല്ലൂർക്കാരന്റെ വീട്ടിൽ പോവാനുള്ളതാ. കല്ലൂർക്കാരന്റെ വീടോ? അതെ, ഞാൻ കല്ലൂർക്കാരന്റെ വീട്ടിൽ പോവാ. കല്ലൂർക്കാരന്റെ ആരാ? കല്ലൂർക്കാരന്റെ വകയിലൊരു റിലേറ്റീവ്സാ. അനീന സ്വന്തം ബ്രദർ. ഇവന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു. ഇല്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാ. എന്നോട് ക്ഷമിക്കണം ചേട്ടാ. ആളറിയാതെ ഒരു അബദ്ധം പറ്റിപ്പോയതാ. കല്ലൂർക്കാരനോട് കാര്യം പറയരുത്. കല്ലൂർക്കാടിന് ഈ നാട്ടിൽ ഇത്രയും വിലയോ? കുടിക്കാൻ എന്താ വേണ്ടത്? പെപ്സിയോ കൊക്കോ കോളയോ? വേല മനസ്സിലിരിക്കട്ടെ ചേട്ടാ. എന്നിട്ട് അതിന്റെ കൂടി പൈസ എന്റെ വാങ്ങിക്കാനല്ലേ ഞാൻ കുട്ടിക്കണ കഞ്ഞിയില്ല. എന്തിന് കല്ലിട്ടുള്ള ചേട്ടാ? ഇതെന്താ ജറ്റർ പൈസോ? പറന്ന് മോളി പോലോ. ഒന്ന് സ്ലോലി പോ. എന്തിനാ സ്ലോയിൽ പോണത്? അല്ല, വണ്ടിക്ക് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് മീറ്ററിനും സ്പീഡ് കൂടുന്നുണ്ടോ എന്നൊരു സംശയം. 20 രൂപ പറയണട്ടോ. കാശില്ലല്ലേ? എങ്ങനെ മനസ്സിലായി? എങ്ങോട്ടാ പോകേണ്ടത്? കല്ലൂർക്കാരന്റെ വീട്ടിലേക്ക്. കല്ലൂർക്കാരനെ അറിയോ? കല്ലൂർക്കാരന്റെ ആരാ? വകയിലൊരു ബന്ധുവാ. വേണമെങ്കിൽ അനീനാന്ന് പറയാം. അയ്യോ, ഇയാളെവിടെ ഓട്ടർഷീറ്റ് മോളി പോയോ? ഓട്ടേട്ടാ, ചേട്ടാ. ഈശ്വര, ഇത് എന്തൊരു നാട്! വഴി വെച്ച വണ്ടിയിട്ട് ഓടണം തെണ്ടികളോ. ഹായ് അപ്പൂപ്പൻ്റെ അടി. നല്ല രസം. മാഷേ, ഞാൻ ഈ കല്ലൂർക്കാരന്റെ അനീന. കല്ലൂർക്കാരന്റെ വീട് ഏതാ? എന്തോ? ഞാൻ ഈ കല്ലൂർക്കാരന്റെ സ്വന്തം അനീന. കല്ലൂർക്കാരന്റെ വീട്ടിലേക്കുള്ള വഴി ഏതാന്ന്? സ്വന്തം വീട്ടിലേക്കുള്ള വഴി അറിയാൻ പാടില്ല തെണ്ടി. ഇയാളോട് ചോദിച്ച ഞാനാണ് തെണ്ടി. ഏതായാലും ഇപ്പൊ പേപ്പർ വായിക്കാൻ നല്ല സുഖമുണ്ട്. യുദ്ധം നടക്കുന്നുണ്ട്. യുദ്ധത്തിന്റെ കളി. അതെ മാഷേ, ഈ കല്ലൂർക്കാരന്റെ വീട് ഏതാ? കല്ലൂർക്കാരൻ അറിയോ? അറിയൂന്നോ? കല്ലൂർക്കാരന്റെ ആരാ? വകയിലൊരു അനീന. നാട്ടീനാ. ഏത് വകയില്? വകയിൽ എന്ന് പറഞ്ഞാൽ കല്ലൂർക്കാരന്റെ പെങ്ങളുടെ മോന്റെ മോളായിട്ട് വരും. അനിയൻ. അനിയൻ. എന്താ പേര്? സത്യനാരായണൻ. ബ്രാഹ്മണനാ. സംശയിക്കണ്ട, ശുദ്ധ ബ്രാഹ്മണൻ. അച്ഛന്റെ അതേ കളറാ, ഗ്യാരണ്ടി കളറേ. ഇവന്മാരാണോ കല്ലൂർക്കാടന്മാര്? അയ്യോ, ഞാൻ കല്ലൂർക്കാരൻ ആരുമല്ല. എന്റെ പൊന്നു സാറേ, ഞാൻ കല്ലൂർക്കാരന്റെ അനിയനാണ്. 5ാമത്തെ അനിയൻ സത്യ. എനിക്കെല്ലാം അറിയാം. ഈശ്വരാ, ഇയാൾക്ക് പറഞ്ഞാലും മനസ്സിലാവില്ലേ? കർത്താവാണ് കുഞ്ഞിനെ എന്റെ മുമ്പിൽ കൊണ്ടെത്തിച്ചത്. ഇത് 10,000 രൂപയുണ്ട്. കല്ലൂർക്കാരനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം. ജോണിച്ചൻ തന്നാന്ന് പറഞ്ഞാ മതി. വരട്ടെ. പ്രിയപ്പെട്ട അമ്മയ്ക്ക്, എനിക്കിവിടെ കല്ലൂർക്കാടൻ കമ്പനി ജോലി കിട്ടി. ദിവസവും 10,000 രൂപയാണ് ശമ്പളം. അത് ചിലപ്പോൾ 15 ആകാം, 20 ആകാം. ഇക്കണക്കിന് പോയാൽ അടുത്ത് തന്നെ ഞാനൊരു കോടീശ്വരനായി തീരും. ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും എന്നെ ഭയങ്കര ബഹുമാനമാണ്. ദിവസവും 3-4 പേരെങ്കിലും എൻ്റെ കാല് പിടിക്കാറുണ്ട്. കല്ലൂർക്കാടൻ മുതലാളിയെ ഞാൻ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല.
അങ്ങനെ കാണുന്നൊരവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ നാഡീവ്യൂഹം സ്തംഭിക്കുന്നു. കല്ലൂർക്കാടൻ ഒരിക്കലും എന്നെ നേരിൽ കാണരുതെന്ന് അമ്മ ഈശ്വരനോട് പ്രാർത്ഥിക്കണം എന്ന് സ്വന്തം മകൻ സത്യനാരായണൻ ബികോം. കല്ലൂർക്കാടന്മാരുടെ അനിയനാ. ഒരു ലാർജ്. എന്തിനാ സാറേ ആളെ കളിയാക്കണത്? ചേട്ടന്മാർക്കത് പതിവുള്ളതാ. കുടിക്കില്ലേ? പിന്നെ സാധാരണ കല്ലൂർക്കാടന്മാർ വന്ന ഒരു 3-4 സോഡാ കുപ്പിയെങ്കിലും പൊട്ടിക്കാറുണ്ട്. സാറങ്ങനെ അല്ലല്ലോ. അപ്പൊ ഞാനൊരു 3-4 ബീറ് കുപ്പിയെങ്കിലും പൊട്ടിക്കണം. നിർത്തണ പട്ടികളെ! ആരുടെ കല്ലൂർക്കാരന്മാരായിട്ട് വെല്ലുവിളിക്കാനുള്ളേ? ഉണ്ടെങ്കിൽ വാടാ. എന്താണ് നീ നോക്കി പേടിപ്പിക്കണത്? ആരുള്ള വെച്ച് വാടാ ചങ്കുച്ചളന്മാരുണ്ടെങ്കിൽ കല്ലൂർക്കാരന്മാരായിട്ട് വെല്ലുവിളിക്കാൻ ഇതാർക്കണത്? ഒരു പുല്ലുകൾ ഇവിടെ തിന്നണ്ട. ആരാണുള്ളേ? ഞാൻ ആരാണെന്ന് പറയാ അത്യാവശ്യം മക്കളെ. ഞാനാണ് കല്ലൂർക്കാരൻ 5ാമത്തെ അനിയൻ. പേര് സത്യ. പുല്ല കുത്തി മലർത്തി ഞാൻ. ആരാണുള്ളേ? ചങ്കുച്ചളന്മാരുണ്ട് വാടാ. ആർക്കാണ് സംശയം? സംശയം ഒരു പുള്ളും കൂടെ എടുക്കണ. ഞാൻ ഇനിയും വരും. ഞാൻ ഒരിക്കലും കാണാത്ത എന്റെ കല്ലൂർക്കാടന്മാർക്ക് എന്റെ 1000 നന്ദി. ആരുള്ള റോട്ടിൽ കൂടിയാണോ സൈക്കിൾ ഓടിക്കുന്നത്? പിന്നെ അല്ലാതെ എന്താണ് നിന്റെ സൈക്കിളിന്റെ ലൈറ്റ് കത്തും? പകൽ എന്തിനായിട്ടോ ലൈറ്റ്? ഓഹോ, പകല് ലൈറ്റ് വേണ്ടല്ലേ? ഇവിടേക്ക് ഒരുപാട് കാറ്റുണ്ടല്ലോ. പിന്നെ നിന്റെ ടയറിന് എന്തിനാണ് കാറ്റ്? പൊന്നി കേട്ടോ അയക്കല്ലേ. കടന്നു മണിക്കൊത്താൻ മുതലാളി പറഞ്ഞതുപോലെ ചന്ദ്രാപ്പിന് സണ്ണിച്ചന്റെ ഒരു കാല് കൈ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. സണ്ണിച്ചന്റെ നിലവിളി ഒന്ന് കേൾക്കേണ്ടതായിരുന്നു. കല്ലൂർക്കാടന്മാർ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് ഭംഗിയായി ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം. അതറിഞ്ഞുകൊണ്ടല്ലേ ഞാനും ഏൽപ്പിച്ചത്. പോയിട്ട് കാര്യമുണ്ടെന്ന് ഇഷ്ടാ. അപ്പളേ ആ കാശ കിട്ടിക്കൊള്ളായിരുന്നു. ഏത് കാശ്? ഏത് കാശെന്നോ മുതലാളി? കല്ലൂർക്കാടന്മാരുടെ വേഷം കെട്ടുകൊണ്ടോ തല പിടിച്ചിടിച്ചാൽ മതിലിട്ട് പഠിച്ചെടുക്കും. ചൂടാകാതെ കല്ലൂർക്കാടാ. ഇന്നലെ അനിയൻ വന്ന് കാശ് മേടിച്ചോണ്ട് പോയി. അനിയനാ? ഏതനിയൻ? 5ാമത്തെ അനിയൻ. 5ാമത്തെ അനിയനോ? ആ മനസ്സിലായി നമ്മുടെ 5ാമത്തെ അനിയൻ. എടോ മുതലാളി, അവനോട് ഞാൻ ചോദിക്കും, ഇനി അവനല്ല കാശ വാങ്ങിച്ചു വെച്ചാ കൂട്ടിന് പീരെ ഇടുന്ന പോലെ നല്ല അസൽ ഇടിയാ ഞാൻ ഇടിക്കും. മനസ്സിലായോ? വന്നേ. ഞാനല്ല കാശ് വാങ്ങിച്ചത്. ഞാനല്ല കാശ് വാങ്ങിച്ചെടുത്തത് പറഞ്ഞില്ലേ? ഇവന്റെ നാക്ക് മുറിച്ചെടുക്കടാ. ഇനി ഈ നാക്ക് ഇവന് വേണ്ട. നാവരക്കടാ ശാവിയും കൂടെ. ഹലോ, കല്ലൂർക്കാടൻ വർക്കി സ്പീക്കിംഗ്. അനിയൻ വന്ന് 5000 രൂപ വാങ്ങിയിട്ടുണ്ട്. കണ്ട ഇപ്പൊ വിശ്വാസമായില്ലേ? ഞാനില്ലാന്നും പറഞ്ഞ് ഫോൺ വന്ന് കണ്ടില്ലേ? 10,000 പ്ലസ് 5,000 15,000 രൂപയും വാങ്ങിയിട്ടുണ്ട്. കല്ലൂർക്കാടാ, എന്താണോ പറയണോ? അനിയൻ എന്റെ കാര്യം പറഞ്ഞില്ലേ? 10,000 രൂപ അഡ്വാൻസും കൊടുത്തിട്ടുണ്ടായിരുന്നു. വർക്കിച്ചേട്ടാ, വർക്കിച്ചേട്ടാ, 15,000 പ്ലസ് 10,000 25,000. എന്റെ കർത്താവേ, എന്താ പ്രശ്നം? ഇവിടെ തന്റെ കാശ് പിടിച്ച് ഇവനാണോ? അത് ഇയാളല്ല, മറ്റേയാളാ. മറ്റവനാ? ഇവനെ പിടികളാ.
എന്റെ മക്കളാണ് ആ ഞാനല്ല കത്തിയും കൂട്ടി കൊണ്ടുവന്നേ ഞാൻ വെട്ടിയാളുടെ നാവ്. ഞാനല്ല അയ്യോ, ആരാ? ഇയാളും അല്ല അഞ്ചാമത്തെ അനീന ഏതാണ് അഞ്ചാമത്തെ അനിയൻ? അവൻ ഏത് കൊലകൊമ്പനായാലും ശരി 24 മണിക്കൂറിനകം ഞാൻ അവനെ പൂട്ടും. എന്റെ ഈ നാക്കാണ് സത്യം. സത്യ കല്ലൂർക്കാടന്റെ അഞ്ചാമത്തെ അനിയൻ. ഇങ്ങനെ കൊണ്ടുപോകണം നിന്റെ ഒരു എണ്ണല് ആളെ കല്ലൂക്കാരന്മാരായിട്ട് കളിക്കാനുള്ളത്. മുലപ്പാല് വേണ്ട, കേവലം നിപ്പിൾ പാല് കുടിച്ചിട്ടുള്ള മാരാണ് ഏറി വാടാ ചവിട്ട് മുരട്ടി ഞാൻ ആരാം. നിനക്ക് എന്താ റോഡ് പണി? അരി മേടിക്കാൻ വന്നത്. ഇതാ. ഓടാ, ഓടാ. ഇത് വെച്ചോ, സ്പെഷ്യൽ മേടിച്ചോ 2 കിലോ. എന്താ പേര്? കൊച്ചു കൊള്ളോ. ഹലോ, ആ തീയം തോന്നേ ആടോ. ഹലോ ഒന്നുകൂടെ വന്നേ. ഇങ്ങടെ ആടോ. ഇവിടെ പുതിയതാണല്ലേ? പഴയതാ, 10-28 വർഷത്തെ പഴക്കം കാണും. എന്താ പേര്? കല്ലൂർക്കാടന്മാരെന്ന് കേട്ടിട്ടുണ്ടോ? ഉവ്വ്. കല്ലൂർക്കാടന്മാരുടെ അഞ്ചാമത്തെ അനിയൻ. സത്യ തെണ്ടി, നീയാണ് അഞ്ചാമത്തെ തെണ്ടി അല്ലേ? കല്ലൂക്കാരന്റെ അഞ്ചാമത്തെ അനിയാ? ഒന്ന് നിന്നേ. കല്ലൂക്കാരന്റെ സ്വന്തം അനിയനാണോ? എന്താ സംശയം? വെറുതെ ചോദിച്ചാ. എനിക്കൊരു സഹായം ചെയ്യൂ, ഒരു ചെറിയ സഹായം. എന്താ, ആരെങ്കിലും കൊല്ലാനാണോ? ഛെ, അതൊന്നല്ല. ഇതാ നോക്ക്, ആ ഇരിക്കുന്ന ആളെ കാണാം. ഏതാ വീപ്പ് കുറ്റിയോ? അതെ അത് തന്നെ. അയാളെ നാവ് പിടിച്ചു വലിച്ച് മുഖം അടിച്ച് പൊളിക്കണം. ഒരു 1000 ഉറുപ്പിക തരാം. ഒരു 2000 രൂപ വരോ? 2000. ഇട്. എന്താ നീ നോക്കണേ? ചേട്ടാ എനിക്കൊരു സഹായം ചെയ്യണം. ഞാനൊരു ചേട്ടനായിട്ട് ബെറ്റ് വെച്ചു. ചേട്ടന്റെ നാക്ക് പുറത്തേക്ക് പിടിച്ച് ചെകിടത്തൊരു അടി തരാന്ന്. സാധിച്ചു തരണം. എന്ത് തരും? എന്തു വേണം? എന്ത് തരും? ഒരു 100 രൂപ. 500 രൂപയും ആരും കേൾക്കാത്തൊരു പാട്ടും പാടണം. ഒരടിക്ക് 500 രൂപയോ? ഒരടിക്ക് 500 രൂപ കുറഞ്ഞാൽ വാങ്ങിക്കാറില്ല. 100, 200, 300, 400, 500. പിടി. ഇതെന്ത് പാട്ട്? ഈ പാട്ടിന്ന് ഇവരാരും കേട്ടിട്ടില്ല. നാക്ക് പുറത്തേക്ക് പിടി. 100 രൂപ ടിപ്പ്. മൊട്ടടിച്ചോ? എന്റെ ഗഫൂറെ, ഇപ്പൊ ഒരു രസമുണ്ടായടാ. ഒരുത്തം വന്ന് എന്റെ കരണക്കുറ്റിക്കൊണ്ട് ഒരു അടി തന്നു. ഞാൻ 500 രൂപ വേണമെന്ന് പറഞ്ഞു. അവൻ 600 രൂപ തന്നിട്ട് പോയി മണ്ടൻ. ഇതാ പറയുന്നത്, ബുദ്ധി വേണം കാശുണ്ടാക്കാൻ. എന്നാ പിന്നെ മറ്റേ കരണക്കൂറ്റും കാറ്റ് കൊടുത്ത് 500 രൂപ കൂടി വാങ്ങണ്ടേ? അതിനോ പോയില്ലേ? എന്റെ പൊന്നാര വർക്കി, അതാണ് അഞ്ചാമത്തെ അനിയൻ സത്യ. കൊല്ലും ഞാനോ. ചേട്ടാ, അറിയാൻ പാടില്ല, എനിക്കൊരു തെറ്റ് പറ്റിയത് എന്നോട് ക്ഷമിക്കണം ചേട്ടാ. അയ്യോ. അങ്ങനെ ചവിട്ടാടും. നല്ല സുഖം. അയ്യോ ദേ വേറെ എണ്ണം. ചവിട്ടടാ. ഇതെന്താണ് സ്കൂൾ വിട്ട് പറഞ്ഞ മാതിരി? ചവിട്ടാ തണ്ടി. ചവിട്ടാ പാടി. ഒരു വീക്കാൻ പറ്റുന്നുണ്ട്. ആ ശനി ഇതൊന്നും അങ്ങോട്ട് നോക്കിക്കേ.
ഗഫൂർക്ക ഉണ്ടോ? ഗഫൂർ ഖാന്റെ ആരാ? ഭാര്യയാ. ഇതെന്റെ മക്കളാ. ഇതെന്താ അങ്ങനെ പായ കൊടുത്ത്? അത് കിടക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ ഉടുത്തോണ്ട് നിക്ക. ബാപ്പ ഇതൊക്കെ ആരാ ബാപ്പ? ബാപ്പന്റെ കൂടെ ജോലി ചെയ്യുന്നവരാ? ഇത് വർക്കി മാമ, ഇത് ബാലൻ മാമ, ഇത് ലൂക്കോ മാമ, എല്ലാം ബാപ്പന്റെ ഫ്രണ്ട്സാ. ഇന്നെന്താ നിങ്ങള് കമ്പനി പോയില്ലേ? ഈ മാസം ഇനി കൊട്ടേഷൻ ഇല്ല, അടുത്ത മാസം ചിലപ്പോ കണ്ടേക്കും. അതെ, ലൂക്കോ ഒന്ന് വന്ന്. എന്റെ ശരിക്കുള്ള പണി എന്താന്ന് എന്റെ മക്കൾക്ക് അറിയില്ല. അതറിഞ്ഞ ഒരു ബേജാറാവും. പഠിച്ചോനെ വിചാരിച്ച പോലെ അത് അറിയിക്കരുത്. മോളെ ഏത് ക്ലാസ്സിലാ പഠിക്കണേ? 9ലാ. അതെ, ഞാൻ ഇവരെ കൊണ്ടുപോയി ബസ് കയറ്റി വിട്ടിട്ട് വരാം. ഒന്നിക്കേ. ഓ, ടൗണിൽ കൊണ്ടുപോയി ആ. ഓരോ ബിരിയാണി വാങ്ങിക്കൊടുത്ത് സിനിമയും കാണിച്ച് ജോലിയാക്കിട്ട് വായിച്ചിട്ടാ. ആ വരി. അട്ട നേരാക്കിട്ട് ബാങ്ക് കൊടുക്കാൻ നേരെ. ഹായ്, ഇതെന്താ ഉഷ്ണ? നമുക്കൊരു ബിയറും കാച്ചിയാലോ? ആ കോപ്പ കിട്ടുന്ന സാധനം. കോപ്പയെ കിട്ടുന്ന സാധനമോ? അതന്നെ, ആ ചോപ്പ് നിറത്തുള്ള ആ കോഴിച്ചാറേ. ഓ, ചില്ലി ചിക്കൻ. എന്തുട്ട് പണ്ടാണെങ്കിലും കൊണ്ടുപോടാ ശവി. ഒരു ചില്ലി ചിക്കൻ. ഒരു ബിയറും വീശി താൻ പറഞ്ഞ ചിക്കനും കഴിച്ച് ഒരു വിൽസി സിസറും വലിച്ച ഹായ് ഉഷാറായി. എന്താണ് പരിപാടി? എണീക്കടാ എണീക്കടാ, പോടാ. എന്താണ് നിനക്കൊന്നും പറഞ്ഞില്ല? പോടാ പോടാ പോടാ, എണീറ്റ് പോടാ. പറഞ്ഞെങ്കിൽ നിന്നൊക്കെ മാറ്റി വിടണം. എണീറ്റ് പോടാ. അയ്യോ അയ്യോ, നിന്റെ അടുത്തേക്ക് ഞാൻ സെപ്പറേറ്റ് പറയണം. എണീറ്റ് പോടാ 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 പോടാ. ഏതവനടെ കല്ലൂർക്കാരനെ കണ്ടപ്പോ എണീക്കാൻ ഒരു മടി? എന്താണ് നിനക്ക് മൂലക്കുറിന്റെ സൂണ്ട? എനിക്കിഷ്ടായി. ആണുങ്ങളായാൽ ഇങ്ങനെ വേണം. ഞാനൊരു അസിസ്റ്റന്റിനെ തപ്പിക്കൊണ്ട് കിടക്കാണ്. എന്താ പേര്? എന്തുട്ടാ നിന്റെ പേര്? തൃശ്ശൂക്കാരനാണ് കേടിയേ. കല്ലൂക്കാരന്മാരെന്ന് കേട്ടിട്ടുണ്ടാ? നപ്പ് സാധനങ്ങൾ ഇഷ്ടാ. അസലിടിയാ? ഇല്ല, കേട്ടിട്ടില്ല. അയ്യേ, അപ്പൊ പോയില്ലേ? ഈ നാട്ടെന്നല്ലേ? കണ്ടപ്പോഴേ തോന്നി. കല്ലൂർക്കാടന്മാരെന്ന് കേട്ട് കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള അത്ര ആൾക്കാരും യൂറിൻ പാസ് ചെയ്യും. കല്ലൂർക്കാരന്റെ ആരാ? കല്ലൂർക്കാടന്റെ ആരാന്നോ? കല്ലൂർക്കാടന്റെ 5ാമത്തെ അനിയൻ. പേര് സത്യ. അതൊക്കെ പിടിത്തറ. ഇവിടുത്തെ പിള്ളേർക്കൊക്കെ എന്നെ പേടിയാ. കല്ലൂർക്കാരന്റെ സ്വന്തം അനിയനാ? എന്താ സംശയം? സ്വന്തം അനിയനാ. ഒരു അച്ഛൻ പറ്റ 2 മക്കൾ. ഞാനും കല്ലൂർക്കാരനും തമ്മിൽ വെരി ക്ലോസ് ബ്രദേഴ്സാ. ചേട്ടനാരാ? എന്റെ പേര് ബാലൻ. വെറും ബാലന? ഇനീഷിലൊന്നും ഇടകടിയേ? ഇല്ല. ആ, എന്നാ കുടുംബപ്പേര് കാണാതിരിക്കില്ലല്ലോ? അതുമില്ലേ? ഉണ്ട്. കല്ലൂർക്കാട്. കല്ലൂർക്കാടൻ ബാലൻ. ഓഹോ. അയ്യോ ബാലേട്ടാ, അയ്യോ ബാലേട്ടാ, ഞാൻ ചമ്മി ബാലേട്ടാ. ബാലേട്ടാ, എന്നെ മാറി നാറ്റിക്കരുത്. മാറി നാറിയ മഹാപോറ ബാലേട്ടാ. ബാലേട്ടനെ മേശ എടുത്തോണ്ട് എനിക്ക് മനസ്സിലായില്ല ബാലേട്ടാ. ഞാൻ എല്ലാം പറയാം. ഞാൻ വീട്ടിൽ പോയിട്ട് എല്ലാം പറയാം. ബാലേട്ടാ, വാ ബാലേട്ടാ.